ഹലോ, സുഖമല്ലേ? അഞ്ജു ആണ് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ദേ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്. സന്തോഷങ്ങളുടെ ഒരു ഭരണിയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കരികിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് ഈ സന്തോഷങ്ങളുടെ ഭരണി? ഉപ്പ് ഭരണി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ഈ സന്തോഷങ്ങളുടെ ഭരണി എന്താ? ഒരു ഐഡിയ ഇല്ലെങ്കിലേ ദേ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സന്തോഷങ്ങളുടെ ഭരണി നമുക്ക് ആദ്യം കണ്ടെത്തണം അല്ലേ? അതിനായിട്ട് എന്തേ ഞാനൊരു ജാറ് മേടിച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജാറാണ്. വലിയ പൈസയൊന്നുമില്ല, പക്ഷേ എൻ്റെ ഈ റൂമിൻ്റെ ടെക്സ്ചറുമായിട്ട് ഏകദേശം ഒത്തുചേരുന്നില്ലേ? അങ്ങനെ ഞാൻ ജാറൊക്കെ മേടിച്ചിട്ട് അങ്ങനെ നമ്മുടെ ഭരണി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുകയാണ്. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. എന്താണ് ഈ സന്തോഷങ്ങളുടെ ഭരണി എന്ന്? അതേന്ന് മറ്റൊന്നുമല്ല, ഹാപ്പിനെസ് ജാർ. പുത്തൻ പ്രതീക്ഷകളുമായിട്ടാണല്ലോ നമ്മുടെ ഓരോ ദിവസവും തുടങ്ങുന്നത്. ഈശ്വരാ, ഇന്നത്തെ ദിവസം ഒന്ന് മിനിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങുന്ന ചില കാര്യങ്ങൾ ശരിയാകും, ചിലത് ഫ്ലോപ്പും ആകും. പക്ഷേ നിലവിലത്തെ നമ്മൾ എങ്ങനെയാണ്? 10 നല്ല കാര്യം ആ ദിവസം നടന്നാലും 11ാമത് നടന്ന നെഗറ്റീവ് കാര്യത്തിലായിരിക്കും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. മനഃപൂർവ്വം നമ്മുടെ എനർജി മൊത്തം നശിപ്പിച്ച് വിഷമിച്ചിരിക്കാനായിരിക്കും നമ്മൾ കൂടുതലും ശ്രമിക്കുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് അത് വേണ്ട. നിങ്ങളെ എന്നും ചിരിപ്പിക്കാനും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ഒന്നോർത്ത് അഭിമാനിക്കണ്ടേ? എന്നാൽ ഇനി അങ്ങോട്ട് എന്നും അഭിമാനിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ഹാപ്പിനെസ് ജാർ സഹായിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കളർ പേപ്പേഴ്സാണ്. ഞാൻ ഈ കട്ട് ചെയ്യുന്ന കണ്ടില്ലേ? അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ കുറച്ച് കളർ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഒപ്പം തന്നെ ഒരു ജാറും സംഘടിപ്പിക്കുക. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതെ, അമ്മയുടെ അടുക്കളയിലിരിക്കുന്ന അച്ചാർ ജാറൊന്നും പൊക്കിക്കൊണ്ട് വരണ്ട. സ്വന്തമായിട്ട് കുറച്ച് കാശൊന്ന് നമ്മളൊന്ന് ഇട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്തായാലും നല്ലൊരു കാര്യത്തിന് ഇറങ്ങുകയല്ലേ? അപ്പോൾ എന്തായാലും ജാറൊക്കെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പേര് കൊടുക്കണം. മൈ ഹാപ്പിനെസ് ജാർ എന്ന് ഒരു നല്ല രീതിയിലൊക്കെ ഒന്ന് നമുക്ക് ഡ്രോയിങ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയായി അതൊക്കെ എഴുതി നമുക്ക് ജാറിൻ്റെ ഫ്രണ്ടിലായിട്ട് വെക്കാനായിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എങ്ങനെ വേണോ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. കളർ ചെയ്തോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ജാറിനെ ഏറ്റവും മനോഹരമാക്കി വെക്കാം. എന്നിട്ട് ഓരോ ദിവസവും നമ്മൾ എൻഡ് ചെയ്യുന്ന, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ ആ ദിവസം സന്തോഷിപ്പിച്ച, ചിലപ്പോൾ ആ ദിവസം ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളായിരിക്കാം. അങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിച്ച, നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ വ്യക്തിയെ കണ്ടതാകാം, ഗ്രാറ്റിറ്റ്യൂഡ് ആവാം, കോംപ്ലിമെൻ്റ് ആവാം, എന്താണെങ്കിലും നിങ്ങൾക്ക് ആ ദിവസം നിങ്ങളുടെ ഹാപ്പിനെസ്സിന് കാരണമായ എന്ത് കാര്യവും നിങ്ങൾക്ക് അതിമനോഹരമായിട്ട് ആ പേപ്പറിൽ എഴുതാം. എഴുതി നിങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ തമിഴിലോ തെലുങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ അത് എഴുതാം. എഴുതി അത് വളരെ വൃത്തിയായിട്ട് മടക്കി ആ ജാറിനകത്തേക്ക് ഇടാം. ഈ എഴുതുന്ന കാര്യം 10 പേരെ വിളിച്ച് കാണിക്കരുത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിനകത്തൊക്കെ ഇട്ട് ആ ജാർ മനോഹരമാക്കി നമ്മൾ കാണുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് നിങ്ങൾ ഈ പറയുന്ന സന്തോഷമുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ വളരെ സന്തോഷമുള്ള മുഖത്തോടു കൂടി തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത്രയും ഹാപ്പി ആയിരിക്കും നമ്മൾ എഴുതുമ്പോഴും. ഇത് ഇനി ഒരിക്കൽ തുറന്ന് ഈ എഴുതിയതെല്ലാം വായിക്കുമ്പോഴും ഇതേ സന്തോഷം ഉണ്ടാവണം. അപ്പോൾ അത്രയും സന്തോഷത്തോടെ ഈ കാര്യങ്ങളൊക്കെ എഴുതുക. എഴുതിയ ശേഷം ഈ ജാറിനകത്തോട്ട് വയ്ക്കുക. വെച്ചിട്ട് നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഒരു സ്പോട്ടിൽ അതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ചെറിയ ജാറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1, 2, 3 മാസമോ കഴിയുമ്പോഴത്തേക്കും ജാറിൽ ഫുള്ള് ചിലപ്പോൾ പേപ്പേഴ്സ് ആവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫില്ല് ചെയ്യാതെ ബാലൻസ് ഉണ്ടാവാം. എങ്ങനെയാണെങ്കിലും അത് നിറയുകയാണെങ്കിൽ അതൊരു ദിവസം ഇതുപോലെ തന്നെ എടുത്ത് ആ എഴുതിയതെല്ലാം തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം പുതിയതായിട്ട് നമുക്ക് അതൊന്ന് മാറ്റിയിട്ട് അടുത്തൊരു പുതിയതായിട്ട് നമുക്ക് എഴുതി ഇതേ ജാറിൽ തന്നെ നമുക്കിട്ട് നിറയ്ക്കാം. അങ്ങനെ ആ ഒരു വർഷം നിങ്ങൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ എഴുതിയ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വളരെയധികം പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ വളരെയധികം നന്ദിയുള്ളവരായിട്ട് നിങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി തുടങ്ങും. അതായത് നമുക്ക് ഓരോ കാര്യങ്ങളില്ലേ, അത് ഏത് സാഹചര്യം ഉണ്ടായാലും ഏത് വ്യക്തികളിലെ ആണെങ്കിലും അവരുടെ എല്ലാം നല്ല വശങ്ങളിലേക്ക് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അത്യപൂർവ ഒരു സ്വഭാവ സവിശേഷതയിലേക്ക് നിങ്ങൾ മാറും. എല്ലാം ഇത് ഒരു പേഴ്സണാലിറ്റി ഇമ്പ്രൂവ്മെൻറ്റിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതിനായിരിക്കാം, ഒക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ ഇത് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ സന്തോഷങ്ങളുടെ ഭരണി തയ്യാറാക്കിക്കൊള്ളൂ. ഈ ഒരു വർഷം അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലവ് യു ആൻഡ് ബൈ.